ഹലോ ഫ്രണ്ട്സ്, 2019 വിഷുഫലം മൂലം നക്ഷത്രക്കാർക്ക് എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ താഴെ കാണുന്ന ചുമന്ന ബട്ടൺ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് വിഷു എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മൊത്തം 12 രാശിയുണ്ട്. സൂര്യൻ ഓരോരോ മാസവും ഓരോരോ രാശിയിൽ സഞ്ചരിക്കും. അങ്ങനെ 12 രാശിയിലും സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നിലോട്ട് കയറുന്ന ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് മീനം കഴിഞ്ഞിട്ട് മീനത്തിൽ നിന്ന് മേടത്തിലോട്ട് കയറുന്ന ആ ദിവസം. ഓരോരോ വർഷവും ഇതിന് ഓരോരോ പേരുണ്ടാവും. ഈ വർഷം വികാരി വർഷം എന്ന് അറിയപ്പെടുന്നു. ഈ വികാരി വർഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്നർത്ഥം. അങ്ങനെയാകുമ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ച് അവർക്ക് കല്യാണം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം അവർക്ക് തീർച്ചയായിട്ട് കല്യാണം നടക്കും. അതാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു 50% ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരാളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ട് നമ്മൾ ഫലം പറയുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് 100% അത് കറക്റ്റാവാൻ പറ്റില്ല. അങ്ങനെ ആർക്കും ഒരു ജ്യോതിഷനും അത് പറയാൻ പറ്റില്ല. അങ്ങനെ 100% അവർ പറയുകയെന്നുണ്ടെങ്കിൽ അത് വെറും കള്ളവാന്നർത്ഥം. അത് ബാക്കിയുള്ള 50% കൂടെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ 100% നോക്കിയിട്ട് പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു 50% ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാം. ഇപ്പം അവർക്ക് വ്യാഴം 12ലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ 24 തീയതി ആകുമ്പം വ്യാഴം അവർ 12ലോട്ട് അവർക്ക് പോകും. അത് കഴിയുമ്പം അവർക്ക് പൈസ ഒരുപാട് നഷ്ടം വരാനുള്ള ചാൻസ് ഈ വരുന്ന ഒക്ടോബർ വരെ അവർക്ക് കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ ഈ ഒക്ടോബർ വരെ അവർ ആർക്കും കൂടുതൽ അങ്ങനെ കടം കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടത്തുമില്ല, ചിലവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഒക്ടോബർ വരെ മാത്രം അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അത് കഴിയുമ്പോൾ അവർക്കൊരു ചെറിയൊരു മാറ്റം കൂടെ, ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. പിന്നെ ഈ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മൂലം നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒക്ടോബർ കഴിയുമ്പോൾ അവർക്ക് കല്യാണം നടക്കാനുള്ള ചാൻസ് 90% അവർക്ക് നടക്കും. ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒക്ടോബർ കഴിഞ്ഞ് അടുത്ത ഒക്ടോബറിനിടയ്ക്ക് വെച്ച് അവർക്ക് തീർച്ചയായിട്ടും നടക്കും കല്യാണം. ഈ ഒക്ടോബർ കഴിയുമ്പോൾ അവർക്ക് ക്യാഷ് ഒക്കെ നല്ല രീതിയിൽ അവർക്ക് വരാൻ തുടങ്ങും. പൊതുവേ ഈ വർഷം അവർക്ക് നല്ല ദൈവഭക്തി ഇച്ചിരി കൂടുതലായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ലഗ്നത്തിൽ തന്നെ ഒന്നിൽ തന്നെ അവർക്ക് കേതുവും നിൽപ്പുണ്ട്, ശനിയും നിൽപ്പുണ്ട്. പക്ഷേ ഉറക്കം നല്ല ലഭിക്കുന്നതായിരിക്കും. പിന്നെ അവരുടെ ഹസ്ബൻഡിന് ഇത് ഈ വർഷം ഇപ്പം മൂലം നക്ഷത്രക്കാരോ അവർ ആണായെങ്കിൽ അവരുടെ വൈഫോ, ഇല്ലെങ്കിൽ പെണ്ണായെങ്കിൽ അവരുടെ ഹസ്ബൻഡ്, അവർക്ക് അവരുടെ പാർട്ട്ണറിന് നല്ലൊരു വർഷമായിരിക്കും ഈ വർഷം. അതുമാത്രമല്ല അവർ പാർട്ട്ണർ ചിലപ്പം പൊതുവേ ഈ വർഷം എന്ന് പറയുന്നത് അവരുടെ മദേഴ്സിന്, ഇവരുടെ ഈ പറയുന്ന മൂലം നക്ഷത്രക്കാരുടെ അമ്മയെ കൊണ്ട് ഇവർക്ക് നല്ല ലാഭം കിട്ടാനുള്ള വർഷമായിരിക്കും. പിന്നെ ഹസ്ബൻഡിന് അവർക്ക് കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യണം. ഇപ്പോൾ വിദേശത്തുള്ളായിരിക്കുക എന്നുണ്ടെങ്കിൽ പുതിയ കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യാനും, ഇല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഇവിടെ തന്നെ നാട്ടിൽ തന്നെ എന്തെങ്കിലും വല്ല പ്രോപ്പർട്ടീസ് വല്ല എഴുതാനും, അങ്ങനെയുള്ള ചാൻസൊക്കെ അവരുടെ ഹസ്ബൻഡിന് നല്ലതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും ഈ വർഷം ഒരുവിധം നല്ല ഒരു വർഷമായിരിക്കും. പിന്നെ പാർട്ട്ണറിന് ഏറ്റവും നല്ലൊരു വർഷമാണ്. പിന്നെ അച്ഛൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വല്യച്ഛനും ഈ വർഷം ഒരു നല്ലൊരു വർഷമായിരിക്കും. പിന്നെ ഇവർക്കുള്ള ഒരു ദോഷം എന്താണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഇവർക്കൊരു വിരക്തിയായിരിക്കും ഏതൊരു കാര്യത്തിലും. പൊതുവെ ഒരു മന്ദഗതിയായിരിക്കും. കാര്യം എന്നാൽ ശനിയും പിന്നെ ഇവർക്ക് കേതുവും കൂടി ഇവർക്ക് ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പൊതുവേ ഒരു മന്ദഗതി ആയിരിക്കും. ഒരു സന്തോഷക്കുറവ് ഇവർക്ക് കാണത്തില്ല. സന്തോഷം വലിയ ഒരു സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഏതൊരു കാര്യമായാലും പൊതുവെ ഒറ്റപ്പെട്ട രീതിയിലായിരിക്കും ഇവർ ജീവിക്കുന്നത്. പൊതുവേ ഈ ലഗ്നത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ ഹസ്ബൻഡുമായിട്ടും ഇവർക്ക് ഒരു അകൽച്ചെന്ന് മീൻസ് ചിലപ്പം ഭർത്താവ് ഗൾഫിലായിരിക്കാം, ചിലപ്പോൾ നാട്ടിലുണ്ടെങ്കിലും ചെറിയൊരു അകൽച്ച വരാനുള്ള ഒരു ചാൻസും അവർക്ക് കാണുന്നുണ്ട്. കാരണം കേതു എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ഗ്രഹമാണ്. ഈ ഗ്രഹം നിങ്ങളുടെ ലഗ്നത്തിൽ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അതുമാത്രമല്ല ഈ ഒരു വർഷം എന്ന് പറയുന്നത് പിന്നെ ആരോഗ്യം ചെറിയൊരു ഇഷ്യൂ വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അതും പിന്നെ ഈ 2 വീലേഴ്സുള്ള ബൈക്ക് ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകണം. കാര്യം കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഹെഡ്, ഫേസ്, ഹെയർ ഇതൊക്കെ ലോസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ അപകടം ഒഴിവാക്കി കിട്ടും.
പിന്നെ പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ മൂലം നാളുകാരായെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വർഷം ഇലക്ഷനിൽ നിന്നാലും അവർക്ക് വിജയം കിട്ടാനുള്ള ചാൻസും കുറവായിരിക്കും. കാര്യം അവർക്ക് ഒന്നിൽ കേത് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മയായിട്ടുള്ള സ്നേഹവും കൂടെ അവർക്ക് നഷ്ടപ്പെടാം. സ്കിൻ ഡിസീസ് അങ്ങനെ എന്തെങ്കിലും വരാനുള്ള അവരുടെ ആക്ടിവിറ്റീസ് പൊതുവേ കുറവായിരിക്കും ഈ വർഷം. പിന്നെ ഈ പറയുന്ന മൂലം നക്ഷത്രക്കാർക്ക് അണിയനോ അല്ലെങ്കിൽ അണിയത്തിയോ ഇങ്ങനെ ബ്രദേഴ്സ് വല്ലതും യങ്ങർ ബ്രദേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവർക്കും ക്യാഷ് ലോസ് ആവാനുള്ള ഒരു വർഷമാണ് ഈ വർഷം കാണുന്നത്. ഇതിനുള്ള റെമഡീസും കൂടെ ഞാൻ പറയുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണാം. പൊതുവേ ഈ മൂലം നക്ഷത്രക്കാർ, മൂലം എന്ന് പറയുന്നത് കേതുവിൻ്റെ ഒരു നക്ഷത്രമാണ്. അതിനെപ്പറ്റിയുള്ള കേതുവിൻ്റെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവരും അവരുടെ ഹസ്ബൻഡും തമ്മിൽ പൊതുവേ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു ചെറിയ ഒരു റിലേഷൻഷിപ്പിൽ അത് ഡീപ്പായിട്ട് നമ്മൾ വേറൊരു ഇതിലോട്ട് നമുക്ക് കാണാം. ഇപ്പം തൽക്കാലം നമ്മൾ വിഷു ഫലമാണ് നമ്മൾ പറഞ്ഞത്. മൂലം നക്ഷത്രക്കാർ എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞുള്ള വീഡിയോസ് നമ്മൾ വേറെ ഇടുന്നുണ്ട്. പിന്നെ ഇതിനുള്ള റെമഡീസ് എന്തുവാണെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോസും ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കയറി കാണണം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.